എല്ലാവർക്കും നമസ്കാരം. ജീസ് പാഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സേവിങ് ഇന്ന് 4ാമത്തെ ആഴ്ചയാണ്. ആദ്യത്തെ 3 വീഡിയോസ് കാണാത്തവർ അത് കാണണം കേട്ടോ. കാരണം ഈ വീഡിയോകൾ ഓരോ തുടർച്ചയായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് സ്കേർട്ടിനും ഫ്രോക്കിനുമൊക്കെ പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണ് എന്നാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേറെ 2 തരം പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ആദ്യം ഔട്ട് സൈഡിലേക്കാണ് മടക്കുന്നത്. ഞൊറിവ് ഞാൻ ഔട്ട് സൈഡിലേക്ക് മടക്കുകയാണ്. എന്ന് വെച്ച് സൂചി കുത്തി വെച്ച് ഇനി അടുത്ത ഞൊറിവ് ഇൻസൈഡിലേക്ക്. ഇനി അതിനോട് ചേർത്ത് തന്നെ അടുത്ത ഞൊറിവ് വീണ്ടും ഔട്ട് സൈഡിലേക്ക്. ഇത് രണ്ടും ചേർന്ന് വന്നു. എന്നിട്ട് ഈ വീതി ഇവിടെ നോക്കുക. അതേ വീതിയിൽ തന്നെ ഇവിടെ അടുത്തത് മടക്കുക. ഇനി തുണി നമുക്കിവിടെ സ്റ്റെബിലൈസ് ചെയ്യാം. നീട്ടിലിറക്കി വെച്ച് പ്രഷർ ഫുഡ് താഴ്ത്തി ഇങ്ങനെ മൊട്ടുസൂചി വെച്ച് വേണമെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ കോൺഫിഡൻസ് ആയെന്നുണ്ടെങ്കിൽ കൈകൊട്ട് വെച്ച് തന്നെ വീണ്ടും തയ്ച്ചു പോവാം. ഇങ്ങനെ അങ്ങനെ ഇത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഞൊറിവാണ്. ഇങ്ങനെ തയ്ക്കാം. ഇതും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മൊട്ടുസൂചി വെച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഞൊറിവിടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ. ഇത് വളരെ യൂസ്ഫുള്ളാണ് ഞൊറിവിടാനായിട്ട്. അതിന് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ തുണി ഇതിൽ വയ്ക്കുക. പ്രഷർ ഫുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് നീഡിൽ താഴ്ത്തി അത് സ്റ്റെബിലൈസ് ചെയ്തു പ്രഷർ ഫുട്ട് താഴ്ത്തി എന്നിട്ട് തയ്ക്കാൻ നേരത്ത് ഈ ഇതുകൊണ്ട് ഇങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ കൈ നമ്മുടെ നീഡിലിൻ്റെ അടിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പേടി വേണ്ട. ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇത് വെരി ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഒരു വളരെ ചെറിയ ഞൊറിവാണ് ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇങ്ങനെ സ്പീഡ് കുറച്ച് പോയാൽ മതി. അപ്പോൾ ഓരോ ഞൊറിവും തയ്ച്ച് പോകാം ഈസി ആയിട്ട്. പിന്നെ ഞൊറിവിൻ്റെ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇടുന്ന വീതി നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് കറക്റ്റ് ഈ പ്രഷർ ഫുട്ടിൻ്റെ ഈ എഡ്ജ് ചേർത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ തുണിയുടെ എഡ്ജ് വെച്ചിരിക്കുന്നത്.
ഈ പ്രഷർ ഫുട്ടിൻ്റെ എഡ്ജും ഈ തുണിയുടെ എഡ്ജും ഒരേ ലൈനിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി നമുക്ക് ഈ തുണി ഇങ്ങോട്ടോ ഒന്ന് നീങ്ങി പോകാതെ കറക്റ്റ് ലെവലിൽ പോകാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ചെയ്യാൻ. പിന്നെ പല മെഷീനിലും ഇവിടെ ഇങ്ങനെ ഓരോ ലൈൻസ് ഉണ്ട്, ഇതിൽ ഓരോ മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് നമുക്കൊരു സ്കെയിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ മാർജിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും നമുക്ക് ആവശ്യം വരുമ്പോൾ നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ ചെറിയ എഡ്ജിലാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ലൈൻ വെച്ചിട്ടാണ് പോകുന്നത്. ഇനി കുറച്ചുകൂടെ വലിയ വീതിയിൽ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ലൈനുകൾ നമുക്ക് അതൊരു ഗൈഡ് ലൈനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഞൊറിവുകളായിട്ട് തയ്ച്ച് പോവാം. ഇപ്പോൾ ഈ തുണി ഇപ്പോഴും ഈ പ്രഷർ ഫുട്ടിൻ്റെ എഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല. പ്രഷർ ഫുട്ടിൻ്റെ എഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ പുറത്തേക്ക് വരുന്നതും ഈ മാർജിനും ഈ പ്രഷർ ഫുട്ടിൻ്റെ ലൈനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ എഡ്ജിൻ്റെ വീതി ഒരേപോലെ ഇവിടം വരെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ഗൈഡ് ലൈൻ വെച്ച് പോയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഡിഫറെൻറ്റ് ചെറിയ തരം ഞൊറിവാണ്. ഇത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫ്രോക്ക് സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോൾ ഇത് ഒരുപാട് ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസ് ലെസണിന് ശേഷം നമ്മൾ ഡ്രസ്സുകളും സ്കേർട്ടുകളും ഒക്കെ തയ്ക്കുന്നതാണ്. അപ്പോൾ അത് തയ്ക്കുന്ന സമയമാകുമ്പോൾ ഇത് നേരത്തെ അറിയാവുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഡ്രസ്സ് തയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 വീഡിയോസ് കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എഴുതുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ കുറേ ബേസിക് ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.